എനിക്കറിയാം ഈ സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നറിയാം. നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ജാനകിയമ്മയുടെ പാട്ടുകൾ ഇങ്ങനെ കേൾക്കുകയായിരുന്നു. അവരുടെ ശബ്ദം വീണ്ടും കേൾക്കുകയായിരുന്നു. ഓരോ ഓർമ്മകളിലുള്ള പാട്ടുകൾ വീണ്ടും കേൾക്കുകയായിരുന്നു. ചിത്രാമ്മയ്ക്ക് ജാനകിയമ്മ ആരായിരുന്നു, അല്ലെങ്കിൽ എന്തായിരുന്നു, ഈ സമയത്ത് എന്തൊക്കെ ഓർമ്മകളാണ് പറയാനുള്ളത്? എനിക്ക് ജാനകിയമ്മ, എൻ്റെ അമ്മ തന്നെയാണ് ജാനകിയമ്മ. അത്രയ്ക്ക് സ്നേഹമായിരുന്നു എന്നോട്. കഴിഞ്ഞ 22-ാം തീയതി, ജൂൺ 22-ാം തീയതി ഞാൻ തലയിലൊന്നും എത്തുന്നില്ല. ബാംഗ്ലൂർ പോകാൻ എൻ്റെ നീഷിൻ്റെ അടുത്തേക്ക് പോകാനോ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് മൈസൂർ 4-ാം തീയതി വരുള്ളൂ. ഇപ്പൊ ഞാനും ആ സമയത്ത് ഇങ്ങനെ ഒരു കോൺസേർട്ടിന് പോകും. അതൊക്കെ കഴിച്ചിട്ട് പോയിട്ട് വന്ന ശേഷം ഞാൻ അപ്പോഴേക്ക് ഇങ്ങോട്ടേക്ക് വരേണ്ടി വന്നു. പിന്നെ അവർക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഇതുപോലെ ഞാൻ ആദ്യം വിശ്വസിച്ചില്ല. മുമ്പ് പലതവണ ആൾക്കാർ ഇതുപോലെ ഫേക്ക് ആയിട്ട് ജാനകിയെ കുറിച്ച് ന്യൂസുകൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഞങ്ങൾ പ്രതിഷേധം ഇങ്ങനെ വേണ്ടാത്ത ന്യൂസ് ഇറക്കരുതെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം നടക്കുന്നുള്ളതാണ്. എനിക്കറിയാം ഈ സമയത്ത് സംസാരിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എന്നാലും ഫോൺ എടുത്തതിന്, ഇത്രയും ഓർമ്മകൾ പങ്കുവച്ചതിന് വളരെ വളരെയധികം നന്ദി ചിത്രാമ്മ. സംസാരിച്ചതിന് ക്ഷമിക്കണം ബുദ്ധിമുട്ടിച്ചു.